അടുത്ത ആയത്ത്, 6-ാമത്തെ ആയത്ത്, വൻ നജ്മു വശജറു യസ്ജുദാൻ, ഭൂമിയിലുള്ള മരങ്ങളും ചെടികളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നജ്മ എന്നുള്ള പദവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം നജ്മ എന്ന് പറഞ്ഞ പദത്തിന് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം നക്ഷത്രങ്ങളാണ്. ആ ഒരു അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അത് പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പദത്തിൽ അത്ഭുതം എന്താ വെച്ചാൽ നമ്മൾ ചില തഫ്സീറുകളിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചെടികളെന്നായിരിക്കും നമ്മൾ കാണുക. അതേ സന്ദർഭത്തിൽ ചില തഫ്സീറുകളിൽ അതിൽ നക്ഷത്രമെന്നും പരിഭാഷപ്പെടുത്തായിട്ട് കാണാൻ സാധിക്കും. ഈ രണ്ടർത്ഥവും ശരിയാണ്. കാരണം നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമെന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് ഭൂമിയിലുള്ള ചെറിയ സസ്യങ്ങൾ, ഇപ്പൊ നമ്മളെ പുല്ല് പോലെയുള്ള ചെറിയ സസ്യങ്ങൾക്കും നജ്മ് എന്നാണ് അറബിയിൽ പറയുക. ഈ രണ്ടർത്ഥവും അവിടെ ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് നക്ഷത്രങ്ങളും മരങ്ങളും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് ഭൂമിയിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും മരങ്ങളെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അത്ഭുതപ്പെടുന്ന ഒരു കാര്യം,